നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ ഉത്രട്ടാതി വരെയുള്ള 26 നക്ഷത്രങ്ങളുടെയും സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. രേവതി നക്ഷത്രക്കാർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധദശ ആകെ 17 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ ബുധദശ ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടലിൽ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ആദ്യം ഒന്ന് പരിശോധിക്കാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 17 വയസ്സ് വരെ കേതുർദശയും, 37 വയസ്സ് വരെ ശുക്രദശയും, 43 വയസ്സ് വരെ സൂര്യദശയും, 53 വയസ്സ് വരെ ചന്ദ്രദശയും, 60 വയസ്സ് വരെ ചൊവ്വാദശയും, 78 വയസ്സ് വരെ രാഹുർദശയുമാണ് രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കുക. കേതു, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലങ്ങൾ. എന്നാൽ ശുക്രനും ചന്ദ്രനും അനുകൂല ഭാവത്തിലാണ് ഗ്രഹനിലയിലെങ്കിൽ ആ ദശാകാലങ്ങളും അനുകൂലമാകുന്നതാണ്. ദശാകാലങ്ങൾ അനുകൂലമായിട്ട് പറഞ്ഞ വ്യക്തികൾക്ക് ഈ പറയുന്ന ഫലങ്ങളിൽ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. എന്നാൽ പ്രതികൂല ദശാകാലങ്ങൾ ഉള്ളവർക്ക് അനുകൂല ഫലത്തെ കുറയുന്നതും ദോഷഫലത്തെ വർദ്ധിക്കുന്നതുമാണ്. ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വേണം പുതുവർഷ നക്ഷത്രഫലത്തെ കാണുവാനായിട്ട്. നമുക്കിനി രേവതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളെ ഒന്ന് ചിന്തിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ സാമ്പത്തിക രംഗം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു വേഗതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. സാങ്കേതിക തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സെയിൽസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ നിറഞ്ഞ തൊഴിൽ മേഖല തുറന്നു വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ മടിച്ചു നിൽക്കാതെ ധൈര്യപൂർവ്വം അതൊക്കെ ഏറ്റെടുക്കാവുന്നതാണ്. നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്ന വർഷം അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കുമൊക്കെ ഈ വർഷം ലാഭകരമായിരിക്കുന്നതാണ്. സർക്കാർ സർവീസ്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ നേട്ടമുണ്ടാകുന്നതാണ്. കലാകാരന്മാരായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്കും വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിവാഹിതരായിട്ടുള്ളവർക്ക് മാനസിക സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുക. യാത്രകളൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷ്മതയോട് വേണം യാത്രയൊക്കെ പോകാൻ. വർഷത്തിന്റെ 2ാം പകുതി യാത്ര നല്ലതായിരിക്കില്ല. ആ കാര്യങ്ങളെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു തീർക്കുവാൻ. പൊതുവെ നോക്കുമ്പോൾ സ്ത്രീകളായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. കലാരംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിലേക്ക് കുതിക്കാൻ സാധിക്കുന്നതാണ്. ഒരു പുതിയ ഊർജവും ശക്തിയും ലഭിച്ചതുപോലെ അനുഭവത്തിൽ വന്നേക്കാം. ഊർജ്ജസ്വലത കൈമോശം വരാതെ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടിയേക്കാം. എന്നാൽ അതിനനുസരിച്ചുള്ള പ്രയോജനങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. കുട്ടികളായിട്ടുള്ള രേവതി നക്ഷത്രക്കാർ മാതാപിതാക്കൾക്ക് അഭിമാനകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അതേപോലെ തന്നെ രേവതി നക്ഷത്രക്കാർ അവരുടെ കുട്ടികൾക്കും വേണ്ട മാർഗനിർദ്ദേശം നൽകേണ്ട സമയമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.